നിസ്കാരം അല്ലാഹു ഫിസ്സലാ. ജനങ്ങളെ, അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം നിലനിർത്തണേ, അല്ലാഹുവിനെ ഓർക്കണേ. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറകസ്സലാ. ഉമർ തങ്ങൾ അവസാനം പറയുന്ന വാക്കുകളാണ്. എന്റെ കുട്ടികളാരെ നോക്കാന്നോ, എന്റെ ഭാര്യ എവിടെ, എന്റെ പേരക്കുട്ടികൾ എവിടെ, അവരൊക്കെ ഒന്ന് മുഖം കാണട്ടെ. ഒന്നുമല്ല പറയണത്, ഒന്നുമല്ല പറഞ്ഞത്. നമ്മളൊക്കെയാണെങ്കിൽ എന്താ പറയാ, അങ്ങനെ കുത്തേറ്റ് കിടക്കും. എന്റെ ഉമ്മാനെ കാണിച്ചു തരുമോ, അപ്പാനെ കാണിച്ചു തരുമോ, ഭർത്താവിനെ കാണിച്ചു തരുമോ, ഭാര്യനെ കൊണ്ടുവന്നരുമോ? ഒന്നുമല്ല. അല്ലാഹു ഫിസ്സലാ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വാതിന് ഇരുന്നിട്ട് സുബൈ ഖളാവുകയാണ്, നിങ്ങൾ ഇപ്പം എണീറ്റ് പോയിക്കോളി. നല്ല സുബൈ നിസ്കരിച്ച മതി, വാത് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ധൈര്യത്തിലാവണം. അല്ലാഹു ഫിസ്സലാ. നിസ്കാരത്തിന് തടസ്സമാവാൻ പാടില്ല ഒന്നുമേ. ഒരു പരിപാടിയോ ഒരു സമ്മേളനമോ നമ്മുടെ ഒരു കല്യാണമോ വിവാഹം നടക്കണമെന്ന് നിസ്കാരം, പുതിയണ്ണനും നിസ്കാരമില്ല, മേക്കപ്പ് ചെയ്തിരിക്കല്ലേ, പുതിയാപ്പിളക്കും നിസ്കാരമില്ല, അമ്മായിമാക്കും നിസ്കാരമില്ല, അമ്മോശനും നിസ്കാരമില്ല, ഒക്കെ അങ്ങനെ ചിരി ഓണാക്കി ഇരിക്കുന്ന രാവിലെ മുതൽ വരുന്നവരെ സ്വീകരിക്കാൻ. ഓതുണ്ടാക്കിയിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. എന്താ പിന്നെ കല്യാണത്തിന്റെ കഥ? ആ ആദ്യ രാത്രി കാളരാത്രിയല്ലേ, നിസ്കാരമില്ലാതല്ലേ കൊണ്ടുവന്ന്. സുബ്ഹാനല്ലാഹ്. പുതിയനോട് നിസ്കരിച്ചോന്ന് ആരെങ്കിലും പറയില്ല, ആരെങ്കിലും ചോദിക്കണ്ടേ? ഓക്കുന്ന നിസ്കാരം വേണ്ടെന്നാ മസ്സലാന്ന വിചാരം. ഓളന്ന് പുതിയണ്ണല്ലേ. മേക്കപ്പ് ഒക്കെ ഇടുകയാണ്, അല്ലെങ്കിൽ അവളൊന്ന് ഒരുക്കുകയാണ്, അല്ലെങ്കിൽ അവളൊന്ന് അണിച്ചൊരുക്കുകയാണ്. പുതിയണ്ണാണ്, പുതിയനാരിയാണ്, ഹലാലായ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിക്കോട്ടെ. ഒതു കൊടുത്തിട്ട് ആക്കി കൊടുക്കുക, അവള് നിസ്കരിക്കട്ടെ. ളുഹറും അസ്റും മഗ്രിബും ഇശാവും ഒക്കെ നിസ്കരിക്കട്ടെ. സുബ്ഹിയും വേണം. കല്യാണത്തിന്റെ തലേന്ന് സുബ്ഹി ഉണ്ടാവില്ല, അന്ന് ഉച്ചക്ക് ളുഹറുമില്ല, അസ്റുമില്ല, മഗ്രിബും ഇശാവും ആവണമെന്നല്ല. അല്ലോ പെരുങ്കല്യാണം എന്ന് പറഞ്ഞിട്ടിരിക്കല. കല്യാണത്തിന് പോയോലും വന്നോലും അവർക്കും നിസ്കരിച്ചു. എന്ത് കല്യാണം, എന്ത് സന്തോഷം. ഉമർ തങ്ങൾ വയറ് കുത്തിക്കീറപ്പെട്ട് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ പറഞ്ഞ വാക്കാണിത്. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറകസ്സലാ. നിസ്കാരം ഒഴിവാക്കിയവന് അല്ലാഹുവിന്റെ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ. എത്ര സ്വതക്കയും ദാനം കൊടുക്കുന്നു, നിസ്കരിക്കൂല. ആ മനുഷ്യന് പുല്ലുവിലയാണ് ദീൻ. എന്നിട്ട് പറഞ്ഞു, മൻ ഹഫിളസ്സലാത ഹഫിളഹുല്ലാഹ്. നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരെ അല്ലാഹു സൂക്ഷിക്കുന്നതാണ്. അല്ലാഹ് രക്ഷിക്കും. ഭരണാധികാരിയോ പോലീസ് പട്ടാളൊന്നല്ല, അല്ലാഹുവിന്റെ രക്ഷ വരും നിസ്കരിക്കുന്നവർക്ക്. വമൻ ളയ്യഅസ്സലാത ളയ്യഅഹുല്ലാഹ്. നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരെ അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഉമർ തങ്ങൾ വഹി കിട്ടുന്ന ആളല്ല, പക്ഷെ വഹി പോലെ ഇൽഹാം കിട്ടുന്ന മഹാനാണ്. ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുഖല്ലമീൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നമ്മൾ നിസ്കരിക്കണില്ല, നിസ്കരിക്കാതെ വേല കേട്ടിട്ടും കാര്യമില്ല. ഒരു വേല കേട്ടാണ് ഉറങ്ങി, നിസ്കരിച്ചിട്ടില്ല, ഒരു കാര്യമില്ല. അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ഹുജ്ജത്തൻ അലൈനാ യാ റബ്ബ്. മൻ ഹഫിളസ്സലാത ഹഫിളഹുല്ലാഹ് വമൻ ളയ്യഅഹു ളയ്യഅഹുല്ലാഹ്. എനിക്ക് ഉളുർത്ത് തരുന്നു പറഞ്ഞു. ചോരങ്ങൾ ഒളിച്ചുകൊണ്ടിരിക്കുക, വയറ് കീറി കിടക്കണം, വയറ് പൊളിഞ്ഞു കിടക്കുകയാണ്, കുടലൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. ആ രംഗം ആലോചിച്ച് നോക്കി. ഒന്നും ഹോസ്പിറ്റലില്ല, ഏത് എമർജൻസി ഇവിടെ കൊണ്ടുപോകും? കുടൽമാല മുഴുവൻ പുറത്താണ്. നമ്മൾ അറിയണം, ഈ വയറിന്റെ ഉള്ളിൽ നമ്മുടെ ഈ തൊലികളാൽ എത്ര വലുപ്പമുള്ള സാധനങ്ങളെ അല്ലാഹുവിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. ഈ വയറും കീറി അതൊക്കെ പുറത്ത് ചാടൂലേ? മൃഗങ്ങൾ ഇറക്കുമ്പോൾ നമ്മൾ കാണില്ലേ എത്രയാണ് അവരുടെ വയറിന്റെ ഒക്കെ ഒരു വലുപ്പം, ബ്ലാഡർ എത്ര വികസിക്കും. ഉമർ തങ്ങളുടെ ശരീരം കണ്ട് പൊളിഞ്ഞു കിടക്കും. ഉമർ തങ്ങൾ വലിയ ആകാരമുള്ള മഹാനാണ്. ഉമർ തങ്ങൾ ഭയങ്കര ഹൈറ്റ് ആയിരുന്ന. സ്വഹാബിമാര് പറയും, ഞങ്ങൾ തവാഫ് ചെയ്യുമ്പോ ഞങ്ങളിൽ വലിയ ഹൈറ്റുള്ള ആളൊക്കെ ഉമർ തങ്ങളുടെ തോളിന്റെ അടുത്തേക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള മഹാനാണ്. അത്ര തന്നെ ഈമാൻ. ശൈത്താൻ കണ്ട പേടിച്ചോടുന്നല്ലേ പറഞ്ഞത്. ഉമർ തങ്ങളെ കണ്ട പിശാച് വേറെ വഴിക്കാ പോവാ, വരുന്നുണ്ട്. അത് നബി തങ്ങൾ കൊടുത്ത ബഹുമാനമാണ്, ഉമർ തങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. ഉമറേ, നിങ്ങളെ കണ്ടാൽ പിശാച് വേറെ വഴിക്ക് പോകും, നിങ്ങളുടെ അടുത്ത് പിശാച് വരില്ല. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്കരിച്ചു. ആ കടന്ന കടപ്പിൽ ഒതു കൊടുത്തു.
സുബഹി ഖളാ കൂട്ടി, ഒരു റക്അത്ത് ബാക്കിയുണ്ടായിരുന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിസ്കാരമില്ലാതെ അള്ളാഹ് രക്ഷപ്പെടുത്തൂലല്ലോ, നിസ്കാരമില്ലാതെ എന്ത് ഇസ്ലാം, നിസ്കാരമില്ലാത്തവൻ എന്ത്. കുറെ തിയറിയും കുറെ ഫിലോസഫി പറഞ്ഞിട്ട് എന്താ കാര്യം, നിസ്കാരമില്ലെങ്കിൽ നിസ്കാരം വേണ്ടേ, എനിക്ക് നിസ്കരിക്കണം. അതുകൊണ്ട് ഈ വാദ കേൾക്കുന്ന ഇന്നത്തെ ഈ സദസ്സ് നിശ്ചയിക്കുക, മരണം വരെ, തലയിലെ ബുദ്ധിയുള്ള കാലം വരെ അല്ലാഹുവിന് വേണ്ടി നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കും റബ്ബേ. റബ്ബിനോട് നിങ്ങൾ ശപഥം ചെയ്യും. ഞാൻ എൻ്റെ റബ്ബിനോട്, നമ്മൾ ഓരോരുത്തരും അവനവന്റെ നഫ്സിനെ വെച്ച തമ്പുരാനോട്, അല്ലാഹുവിനോട് നമ്മൾ ഉറപ്പ് പറയും. അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് രക്ഷയില്ല. ഈ ഉമ്മത്ത് മുഴുവൻ നിസ്കാരം നിലനിർത്തിയാൽ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹിഫ്ള് ഉണ്ടാവും. ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ അല്ലാഹു രക്ഷിക്കും, ഉമ്മത്തിന് രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് ഖളാഅല്ലേ, അത് നഷ്ടപ്പെടുത്തി കളയല്ലേ. കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടത് ഖളാ വീട്ടിയെടുക്കുക. അത് വീട്ടണ്ടെന്നൊക്കെ പല ആൾക്കാരും പറയും. ഞാൻ ഓരപ്പാന്ന് പറഞ്ഞ് കൂടാൻ പോകണ്ട, നാളെ അത് മുമ്പോട്ട് എത്തിയാൽ ഇത് പോരാന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നടക്കാൻ കഴിയില്ല. അവിടെ ഖളാ വീട്ടി പോയിക്കോളി. സുബ്ഹാനല്ലാഹ്. ആ നിലക്കാണ് ഉമർ തങ്ങൾ കിടക്കുന്നത്. നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി സെക്കൻഡുകളിലുള്ളൂ ജീവൻ വിട പറയാൻ. വേദനയാണ്. പക്ഷെ ഫാറൂഖ് എന്നവർ വേദന കൊണ്ട് അക്ഷമ കാണിച്ചില്ല. നല്ല ഓർമ്മയിലാണ് ഉമർ തങ്ങൾ വഫാത്താകുന്നത്. അവർ ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉമർന്നവരെ സാരമില്ല, ഉമർന്നവരെ സാരമില്ല, സാരമില്ല, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ഹബീബല്ലേ, നിങ്ങൾ രക്ഷപ്പെടും. പോകുമ്പോ അവന്റെ ഞെരിയാണിക്ക് താഴെയാണ് അവന്റെ വസ്ത്രം. ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയേ, എന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണ് മോനെ, ആ വസ്ത്രം മേലെ വെക്ക്. നെരിയാണിക്ക് താഴെ ഒരു പുരുഷനും വസ്ത്രം താഴ്ത്തല്ലേ. നിന്റെ വസ്ത്രം ശുദ്ധമാവാനും നിന്റെ റബ്ബിന് നിന്നോട് ഇഷ്ടമാവാനും അല്ലാഹുവിനോടുള്ള വിധേയത്വം കാണിക്കാനും നല്ലത് അത് നെരിയാണിക്ക് മീതെ നിർത്തലാണ് എന്ന് സക്കറാത്തിൽ ഉപദേശിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മരിക്കാൻ കിടക്കുമ്പോ ഉപദേശം കൊടുത്ത മഹാൻ. ആ ഒരു മഹത്വം കിട്ടിയത് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. എന്തുകൊണ്ട് ഒരു തിന്മയും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. നമ്മുടെ വിഷയം അതാണ്. തിന്മകളെ കണ്ടില്ലെന്ന് പറയല്ലേ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ നിങ്ങളുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ തിരുത്തണം. ഫഇല്ലം യസ്തതിഅ ഫബിലിസാനിഹി. അവനെ പിടിച്ച് പിന്മാറ്റാൻ, തിന്മയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നാവുകൊണ്ട് പറയണം, തിന്മ തിന്മയാണെന്ന് പറയണം. അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും വേണം. ഈമാനിൽ ഏറ്റവും ദുർബലമായത് ഹൃദയം കൊണ്ടുള്ള അവസ്ഥയിലാണ്. ഹൃദയം കൊണ്ട് വെറുക്കുക, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമാണ്. ആ വെറുപ്പ് പോലും ഇല്ലെങ്കിൽ ദുർബലമായ ഈമാൻ പോലും അവർക്കില്ല എന്നല്ലേ ഹദീസിനർത്ഥം. നാവുകൊണ്ട് എതിർക്കുന്നതിന് മുമ്പ് ആ തിന്മയെ കരുത്തുപയോഗിച്ച് നിങ്ങൾ തിരുത്തണം. എന്നിട്ടും തിരുത്തണില്ലെങ്കിൽ നാവുകൊണ്ട് നിങ്ങൾ പറയണം. അതും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം. നമ്മളിപ്പോ എന്താ പരിപാടി? കള്ളുകുടിയനാണ്, അവന്റെ പരിപാടി മോശമായ ഏർപ്പാടുകളാണ്. പക്ഷെ അവന്റെ വീട്ടിലെ ഫംഗ്ഷൻ ഉണ്ട്, ആരും പോയിട്ട് സഹകരിച്ച് പല്ല് കുത്തിപ്പോരാണ്. വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു വെറുപ്പ് അയാളോടില്ല, ഒരു ഇഷ്ടക്കുറവില്ല. തിന്മ ചെയ്യുന്ന ആളുകളോട് തോൾ പിടിച്ച് നടക്കണം. ഓൻ ചെയ്യണ എന്താ? ഓന്റെ വ്യക്തി സ്വാതന്ത്ര്യം അങ്ങനെയുണ്ടോ? അള്ളാഹുവിന്റെ ഭൂമിയിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷേ അത് ശറഇന്റെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലേ മുസ്ലിമിനുള്ളൂ? നമ്മളത് ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ തിരുത്തണം. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നല്ല യുക്തിയോടെയും നല്ല സാരോപദേശം കൊടുത്തുകൊണ്ടും നിങ്ങൾ ആളുകളെ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കണമേ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ തങ്ങളുടെ ഉപദേശത്തിന്റെ രീതി വളരെ മനോഹരമായിരുന്നു. ഉപദേശിക്കുന്നവരെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയൊക്കെ ജുമഅക്ക് ശേഷമൊക്കെ അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടൊക്കെ പ്രഭാഷണങ്ങളോ സാധുമാരുടെ ഉണർത്തലുകളോ സംസാരങ്ങളോ ഒക്കെ നമ്മുടെ പള്ളികളിൽ ഉണ്ടാകും.
ഖതീബുമാർ അവരുടെ ഉപദേശങ്ങളിൽ വഅദ് പറയുന്നവർ ഉപദേശങ്ങളിൽ ഹബീബിനെ ഇത്തിബാഅ് ചെയ്യണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ അസർ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു ആവശ്യത്തിന്റെ പേരിൽ ഒച്ചവെക്കുകയോ അല്ലെങ്കിൽ ആളുകൾ അവഹേളിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ വരാതെ ലളിതമായും വ്യക്തമായും തിന്മകളാണെന്ന് ഒരാളുടെയും തറവാടിന്റെയും പേര് പറയാതെ ആരുടെയും പേരെടുത്ത് വിമർശിക്കാതെ ആക്ഷേപിക്കാതെ വിഷയങ്ങൾ അപഗ്രഥിക്കുകയാണ് വേണ്ടത്. തങ്ങൾ പറയും എന്താ ചില ആളുകള് വിചാരിച്ചത്, എന്താ ചില ആളുകൾ ചെയ്യുന്നത് എന്ന് നബി തങ്ങൾ പറയും. ചെയ്തത് ഒരാളെ ഉണ്ടാവുള്ളൂ, പക്ഷെ തങ്ങൾ എന്താ കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അത് ശരിയല്ലല്ലോ എന്ന് തങ്ങൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന്റെ ശൈലിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശൈലി കൊണ്ടാണ് തിന്മയുടെ ഏറ്റവും വലിയ കോമരങ്ങളായിരുന്ന ആളുകളുടെ മക്കൾ ഇസ്ലാമിന്റെ മനോഹരമായ തീരത്തേക്ക് കടന്നു വന്നത് ഹബീബിന്റെ സ്വഭാവം കൊണ്ടാണ്. ആരെന്നറിയോ? അബൂജഹലിന്റെ മകൻ. അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ്, അല്ലാഹുവിന്റെ ലഅനത്ത് കിട്ടിയവനാണ്. ആ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന് പറയണം, സ്വഹാബിയാണ്. അബൂജഹലിന്റെ മകൻ സ്വഹാബിയാണ്. വലീദ് ഇബ്നു മുഗീറ, വലീദ് ഇബ്നു മുഗീറയുടെ മകൻ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. വലീദ് ഇബ്നു മുഗീറ നരകവാസിയാണെന്ന് ഖുർആൻ പറഞ്ഞു. വലീദിന്റെ മകൻ ഖാലിദ് ഇബ്നുൽ വലീദ്, അൽ വലീദ് ഇബ്നു വലീദ്, ഇവരൊക്കെ സ്വഹാബിമാരാണ് റളിയല്ലാഹു അൻഹു. നോക്കണേ, തിന്മകളുടെ കൂടാരത്തിൽ നിന്ന് നന്മയുടെ മണിമുത്തുകൾ. ഇക്രിമ റളിയല്ലാഹു അൻഹു യർമൂക്ക് യുദ്ധം നടക്കുമ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കുളിച്ച് വസ്ത്രം ധരിച്ചു. എന്നിട്ട് ഹാനൂത്ത് പുരട്ടി ശരീരത്തിൽ. എപ്പോഴാണ് ഹാനൂത്ത് പുരട്ടുന്നത്? മരിച്ച മയ്യത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോഴാണ്. മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോ ആ കഫം ഉടയിൽ ശരീരത്തിൽ വസ്ത്രം കൊണ്ട് ചുറ്റി, കാല് മൊത്തം, ഓരോ കാലും ഓരോന്നോരോന്ന്. മയ്യത്ത് പോലെ ചുറ്റാൻ വയ്യല്ലോ, കാരണം നടക്കണ്ടേ, യുദ്ധത്തിലല്ലേ. ഓരോ കാലും ചുറ്റിവെച്ചു. എങ്ങാനും യുദ്ധക്കളത്തിൽ ജീവൻ പോയി നഷ്ടപ്പെട്ട് ഷഹീദാവുകയാണെങ്കിൽ ഒരാൾ കണ്ടുപോവാതിരിക്കാൻ ശരീരം മുഴുവനും വസ്ത്രം കൊണ്ട് പുതച്ചു. പുതിയ വസ്ത്രം, കുളിച്ച് വൃത്തിയായി. എന്നിട്ട് പറഞ്ഞു, ആരായി പറയണമെന്നറിയോ? അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. നോക്കണം, വാപ്പ കൊടിയ മുശ്രിക്ക്. നബി തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്ത് കണ്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ഫറോവണ്ട് റംസീസ് രണ്ടാമൻ. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ അന്ത്യവിഷയമുള്ള പുതിയൊരു മ്യൂസിയം കെട്ടിടം വരുന്നുണ്ട് ഈജിപ്തിൽ. കഴിഞ്ഞെല്ലാം പറഞ്ഞു ഈ കൊല്ലം അങ്ങോട്ട് മാറ്റും. ചെന്ന് നോക്കുമ്പോൾ മാറിയിട്ടില്ല, ഇപ്പൊ അടുത്ത കൊല്ലം മാറുന്നു പറയുന്നുണ്ട്. ഡെഡ് ബോഡി കിടക്കുകയാണ്, ഫിർഔന്റെ ഡെഡ് ബോഡി അല്ലാഹു തആല സൂക്ഷിച്ചു വെച്ചു. റംസീസ് രണ്ടാമൻ എന്ന മൂസാ നബിന്റെ കാലത്തെ ഫിർഔൻ. ഫിർഔൻ ഒരാളെ പേരല്ല, രാജാവിന്റെ സ്ഥാനപ്പേര്. ഒരുപാട് ഫിർഔനുമാരുണ്ട്. മൂസാ നബിന്റെ കാലത്തെ ഫിർഔന്റെ പേര് റംസീസ് രണ്ടാമൻ എന്നാണ്. ആ മനുഷ്യനെ അല്ലാഹു ഒന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. റോയൽ മമ്മി ഹാൾ. $50 ടിക്കറ്റ് എടുത്താൽ പോയി കാണാൻ പറ്റും മ്യൂസിയത്തിന്റെ ഉള്ളിൽ. ഈ കെയ്റോ നഗരത്തിൽ തഹരീർ സ്ക്വയറിന്റെ അടുത്ത് ഈജിപ്തിൽ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഈ ഉമ്മത്ത് കണ്ട ഫിർഔൻ. നബി തങ്ങൾ പറഞ്ഞ വാക്കതാണ്, ഫിർഔൻ ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്ത് കണ്ട ഫറോവയാണ് അംറു ഇബ്നു ഹിശാം. അബൂജഹൽ എന്ന് പറയുന്ന അംറു ഇബ്നു ഹിശാം ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ്. അങ്ങനെ പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ എത്രത്തോളം വേദനിപ്പിച്ചു കാണണം അബൂജഹൽ. ഉമ്മത്ത് കണ്ട ഫിർഔൻ എന്ന് പറഞ്ഞത്. ആ ഫിർഔന്റെ മകൻ, നബി തങ്ങൾ പറഞ്ഞ പ്രയോഗം പറയാം, ആ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബിയായി മാറി എന്ന് മാത്രമല്ല, വഹസുന ഇസ്ലാമുഹു. മഹാനായ ഇക്രിമ തങ്ങൾ യർമൂക്ക് യുദ്ധം നടക്കുമ്പോ ശരീരമാസകലം കഫംപുട പൊതിയുന്ന പോലെ ശുദ്ധമായ വെള്ള വസ്ത്രം കൊണ്ട് പൊതിയുകയും അതിൽ ഹാനൂത്ത് പുരട്ടുകയും ചെയ്ത് വുദൂ ചെയ്ത് കുളിച്ച് വൃത്തിയായി യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ഇനിയൊരു മടക്കമില്ലാത്ത യാത്ര. ഈ പോക്ക് പോയാൽ ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പാണ്. സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, സ്വഹാബികളെ, നിങ്ങളുടെ കാര്യം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അള്ളാഹുവിനെ പരമേൽപ്പിക്കപ്പെടുന്നതൊന്നുമേ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയില്ലല്ലോ. ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ റസൂലുള്ളാഹിനോട്? ഗൾഫ് പോകുന്നവര് പറയില്ലേ, ഞാൻ പോവാണ് കേട്ടോ, അയൽവാസിയോട് പറയും, പിന്നെ മോനെ ഞാൻ കാണും, മോനോട് എന്തെങ്കിലും പറയണോ? അമ്മ പറയും, ഇന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്ക്, ഇന്നലെ വിളിച്ചിരുന്നു, എന്നാലും നീ കണ്ടതൊക്കെ പറഞ്ഞേക്ക് റാഹത്താണ്.
കാണാൻ പോവാണ്. ഇക്രിമ തങ്ങൾ ചോദ്യം, അന്ന് നബി തങ്ങൾ ജീവിച്ചിരിപ്പില്ല. യർമൂക്ക് യുദ്ധം നടക്കും. ഹല്ലകും മിൻ വസിയ്യത്തിൻ ഇലാ റസൂലില്ലാഹ്, സ്വഹാബികളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നബിയോട് ചെന്ന് പറയണോ? നോക്കണം, കമ്മ്യൂണിക്കേഷൻ മരിച്ചു കഴിഞ്ഞാലുണ്ട് എന്നതിനർത്ഥം. മരിച്ചു കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സ്വഹാബിമാർ, ഒരു സ്വഹാബിയാണ് ഈ പറയുന്നത്. അതിനർത്ഥം എന്താ? മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുന്ന ലോകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പ്രത്യക്ഷത്തിൽ മരിച്ച മയ്യത്ത് മോർച്ചറിയിലല്ലേ, ഒന്നും ഉണ്ട് അനങ്ങണമെന്നില്ലല്ലോ എന്ന് പറയും. ആ ലോകം ഹദീസ് പറഞ്ഞെന്ന ലോകമാണ്. നമ്മൾ കണ്ണുകൊണ്ട് പറഞ്ഞ് വിധി പറയാൻ കഴിയാത്ത ലോകമാണ്. അവിടെ സംസാരമുണ്ട്, അവിടെ കേൾവിയുമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കേൾവിയോ സംസാരമോ അല്ല, അവിടെ നടക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ. ഹല്ലകും മിൻ വസിയ്യത്തിൻ ഇലാ റസൂലില്ലാഹ്, സ്വഹാബികളെ ഞാൻ നിങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. യർമൂക്ക് യുദ്ധം കഴിഞ്ഞാൽ ഇക്രിമയെ നിങ്ങൾ ജീവനോടെ കണ്ടെന്ന് വരില്ല. നമ്മുടെ ഹബീബിനെ ഞാൻ കണ്ടുമുട്ടും. നാളെ ഞാൻ ഹബീബിന്റെ അരികത്തേക്കാ പോകുന്നത്. റസൂലുള്ളാഹിനോട് എന്തെങ്കിലും ഞാൻ പറയണോ? നിങ്ങളുടെ വല്ല വസിയത്തുമുണ്ടോ? ജയ്ഷ് ഖാലൽ ജയ്ഷു, ആ സൈന്യം മുഴുവനും നിശബ്ദമായി പോയി. അവര് പറഞ്ഞു, ബല്ലിഗുഹു അന്നസ്സലാം, അല്ലാഹുവിന്റെ റസൂലിനോട് ഞങ്ങളുടെ സലാം പറയണേ. സ്വഹാബികളൊക്കെ പറഞ്ഞു, റസൂലുള്ളാഹിനോട് അസ്സലാമു അലൈക്കും പറഞ്ഞു കൊടുത്തേക്ക്. ഞങ്ങളൊക്കെ സലാം പറഞ്ഞു എന്ന് പറയണേ അഷ്റഫുൽ ഖൽഖിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വാളെടുത്ത് യർമൂക്കിലേക്ക് പുറപ്പെട്ട് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഷഹീദാകാൻ പോകുമ്പോൾ മഹാനവറുകൾ വെള്ളത്തിന് ദാഹിക്കുന്ന നേരത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിലുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുത്തു. സക്കറാത്തിൽ കിടക്കുകയാണ് ഇക്രിമ തങ്ങൾ. മഹാനവറുകൾക്ക് നോമ്പുണ്ടായിരിക്കാം, അല്ലാഹു അലം. വെള്ളം കുടിച്ചില്ല. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോളൂ. ആകെ ഒരു കപ്പ് വെള്ളമുള്ളൂ. മരുഭൂമിന്റെ നടുവിലാണ്. സൈന്യത്തിന് ആവശ്യമുള്ള വെള്ളയെ കയ്യിൽ കരുതൂ. ഒരു സ്വഹാബി ജീവൻ നഷ്ടപ്പെടാനിരിക്കുമ്പോ, ഷഹാദത്തിന്റെ ചിറകേറി സ്വർഗലോകത്തേക്ക് പറക്കാനിരിക്കുമ്പോ കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ തൊട്ടടുത്ത ആക്ക് കൊടുത്തോളൂ. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, നിന്റെ അപ്പുറത്തൊരാളുണ്ടല്ലോ, അവിടെ കൊടുക്കിയിരിക്കു വേണ്ട. ഈ രണ്ടുപേരും ഷഹാദത്ത് വരിക്കാൻ പോകുന്നു. മൂന്നാമത്തെ ആള് പറഞ്ഞു, അടുത്താക്ക് കൊടുത്തൽ എനിക്ക് വേണ്ട. അങ്ങനെ 4, 5, 6 പേർ വെള്ളം ആവശ്യമായി. അവസാനം നമ്മൾ പറയില്ലേ, മരിക്കുമ്പോ ഒരു ധീര് വെള്ളം കുടിച്ച് മരിക്കാൻ. വെള്ളം മരിക്കണ നേരത്ത് വെള്ളം കുടിക്കുക എന്ന് പറയില്ലേ, അതൊരു ആഗ്രഹല്ലേ, തൊണ്ട നനയാൻ. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. 6 പേരും പറഞ്ഞു എനിക്ക് വേണ്ട. അവസാനം മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു എന്ന സൈന്യത്തിന്റെ നേതാവ്, അതാരാ? മുത്തുനബി തങ്ങളുടെ പരിശുദ്ധ ഖുർആനിനെ പരിഹസിക്കാൻ വന്നിരുന്ന വലീദ് ഇബ്നു മുഗീറയുടെ മകൻ. ആ മകനാണ് മുസ്ലിം ഉമ്മത്തിന്റെ സൈന്യത്തിന്റെ അന്നത്തെ നേതാവ്. അവരാണ് വെള്ളം കൊടുക്കുന്നത്. അവസാനം 6 പേരും എന്റെ കൂട്ടുകാരന് കൊടുത്തോളൂ, എനിക്ക് വേണ്ട. എന്റെ കൂട്ടുകാരന് കൊടുത്തോളൂ, എനിക്ക് വേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ ഒരു റിലീഫ് പരിപാടി നടന്ന എന്താ അവസ്ഥ? എന്ത് എനിക്ക് തരാഞ്ഞത്? ആകെ 2000 റുപ്യന്റെ കിറ്റേ ഉണ്ടാവുള്ളൂ. അത് എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ടാവും. ഞാൻ ഇപ്പൊ കമ്മിറ്റിപ്പെട്ട ആളല്ലേ, എനിക്കും തന്നോടെ ഒരു കേസ്. പൊന്നാര സഹോദര, നിങ്ങളെക്കാളും കഷ്ടപ്പെടുന്ന ഒരാൾ വേറല്ലേ? എന്നപ്പോ ഞാൻ അതുപോലൊക്കെ തന്നെയല്ലേ, എനിക്കും ഒരു വർക്കത്തിട്ടാൻ പോകുന്നില്ലേ? നമുക്ക് വേണ്ട നമ്മൾ പറയാറുണ്ട് എപ്പോഴെങ്കിലും. പോരട്ടെ എന്നല്ലേ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു റിലീഫ് പരിപാടി നടത്താൻ വിടുമോ നാട്ടില്? പിന്നെ പരാതി, ഒരു മറ്റൊരുക്കൊക്കെ കൊടുത്തു, ഒരാൾക്ക് കൊടുത്തു, മറ്റേ ആൾക്ക് കൊടുത്തു. അർഹർക്ക് കിട്ടുക. മനുഷ്യന്മാരെ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങളാണ്. പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ പരിഹരിക്കും. ഇല്ലാണ്ടിരിക്കുക. എനിക്ക് കിട്ടിയില്ല, എന്റെ കൂട്ടുകാർക്ക് കിട്ടിയല്ലോ, എന്റെ അയൽവാസിക്ക് കിട്ടിയല്ലോ പടച്ചോനെ എന്നല്ലേ നമ്മൾ പറയേണ്ടത്. നമ്മളെന്താ പറയാ, എന്താ ഇപ്രാവശ്യം പൊതിയൊന്ന് കുറഞ്ഞത്? ആകെ പെരുന്നാക്ക് ഇറച്ചി നിന്ന പോലെ കാലം മുഴുവൻ ഇറച്ചി നിന്നുണ്ട്, എന്നാലും പറയും പെരുന്നാക്കത്തെ പൊതി പോരായിരുന്നു. അയൽവാസിക്കോ കൂട്ടുകാർക്കോ പാവപ്പെട്ടവർക്കോ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവർക്ക് കിട്ടിക്കോട്ടെ. നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്തുകൂടെ സഹോദരൻ? സക്കറാത്തിന്റെ നേരത്തെ വെള്ളം എനിക്ക് വേണ്ട, അടുത്താക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ ഇക്രിമ റളിയല്ലാഹു അൻഹു. എനിക്ക് വേണ്ട. ആ നേരത്ത് മനുഷ്യന്റെ തൊണ്ട ദാഹിക്കുന്ന നേരത്ത് ആ വെള്ളം, അത് അർഹതയുണ്ട്, പക്ഷെ എനിക്ക് വേണ്ട, അടുത്താക്ക്. 6 പേരും പറഞ്ഞു അടുത്താക്ക് കൊടുത്തോളൂ, എനിക്ക് വേണ്ട. അവസാനം ഖാലിദ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ആദ്യത്തെ ആളുടെ അടുത്ത് ഇക്രിമ റളിയല്ലാഹു, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു മുമ്പിലേക്ക് വരികയാണ്. عفاء على دنيا رحلت لغيرها فليس بها للصالحين معرج كدأب علي في المواطن كلها أبي حسن والغصن من حيث يخرج
മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ആ വെള്ളപ്പാത്രവുമായി ഇക്രിമ റളിയല്ലാഹു അൻഹു വന്ന ഈ ഉമ്മത്ത് കണ്ട ഫിർഔനിന്റെ മകൻ അബൂജഹലിന്റെ മകൻ കുഫറിന്റെ വീട്ടിൽ നിന്ന് വന്ന ഈമാനിന്റെ പ്രഭ മഹാനായ ഇക്രിമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഫഖദ് മാത് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. സ്വഹാബിമാരോട് യാത്ര പറഞ്ഞ് നബിയോട് വല്ലതും പറയണോ, ഞാൻ ഹബീബിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് സ്വഹാബിമാർ ബല്ലിഗ്ഹു അന്നസ്സലാം, ഹബീബിനോട് ഞങ്ങളുടെ സലാം പറയണേ എന്ന് വസിയത്ത് ചെയ്തു പോയ ആ രംഗം മഹാനായ ഇക്രിമ തങ്ങൾ പറഞ്ഞ വാക്ക് സംഭവിക്കുകയാണ്. ഷഹീദായി. അപ്പൊ അടുത്ത ആൾക്ക് കൊടുക്കാം നോക്കുമ്പോ അവര് ഷഹീദായി. അപ്പൊ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്, നേരത്തെ കൊണ്ടുപോയ നോക്കുമ്പോ അവരും മരിച്ചിട്ടുണ്ട്. 6 പേരും മരിച്ചു. 6 പേരും ആ ഒരു ഗ്ലാസ് വെള്ളം ഒന്നുള്ളൂ, ഒരാളെ കുടിച്ച അടുത്താക്ക് കിട്ടൂല. അതാണ് അവസ്ഥ. ആ വെള്ളം എനിക്ക് വേണ്ട എന്നാ അത് അടുത്താക്ക് കൊടുത്തേക്ക്. അത്രയല്ലേ ഉള്ളൂ. എന്റെ കൂട്ടുകാരൻ കുടിച്ചോട്ടെ, ഞാൻ സഹിച്ചോളാം. എന്റെ മുഅ്മിനെ, നമ്മളൊക്കെ ഒരു അവസ്ഥയിൽ ഒരു റിലീഫ് പ്രവർത്തനത്തിന്റെ ഒരു കിറ്റ് കിട്ടാതെ വന്നാൽ നമ്മുടെ മുഖം ചമക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഇതുമായി നമ്മൾ ചേർത്ത് വായിക്കണേ. നമ്മൾ എന്ത് പിശുക്കന്മാരാണ്, നമ്മൾ എന്ത് ആർത്തിയാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ സഹോദരന് കിട്ടണം, എനിക്ക് വേണ്ട, എന്റെ കൂട്ടുകാരൻ ചിരിക്കട്ടെ, എന്റെ വീട്ടിൽ ഞാൻ കണ്ണീരടക്കി കഴിയാം, പക്ഷെ എന്റെ കൂടെയുള്ള പാവപ്പെട്ടവരെ പുഞ്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കേണ്ടവനാണ് വിശ്വാസി. ജാതിയും മതവും അതിൽ പ്രശ്നമല്ലെന്നാണ്. നമ്മുടെ അയൽപക്കങ്ങളിൽ കഷ്ടപ്പെടുമ്പോ അത് ഏത് മതവിശ്വാസിയാണെങ്കിൽ പോലും അവർക്ക് സഹായം എത്തിച്ചിട്ട് നമ്മൾ പട്ടിണി കിടന്നാലും സാരമില്ല എന്ന് ചിന്തിക്കേണ്ടവനാണ് മുസ്ലിം. അല്ലേ? നമ്മുടെ വിശ്വാസം അതല്ലേ പഠിപ്പിച്ചത്. എങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ വിഷ്കന്മാരായി പോയത്? ഖാലിദ് തങ്ങൾ ആ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട് മുഅ്മിനെ, ആ ഒരു ഗ്ലാസ് വെള്ളം പിടിച്ചിട്ട് നിർത്തം നിന്നു. റബ്ബേ, ഈ ഒരു ഗ്ലാസ് വെള്ളവുമായി ഞാൻ 6 ആളരികത്ത് ഓരോരുത്തരരികത്തും ചെന്ന് നോക്കി, കുടിച്ചോളൂ 6ൽ ഒരാൾ പോലും ആ ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചാൽ അവിടെ ഷഹീദാകാൻ കിടക്കുന്ന അടുത്താക്ക് വെള്ളം വേറല്ല. ആകെ ഒരു കപ്പുള്ളൂ അവിടെ. യർമൂക്ക് യുദ്ധമാണ്. യർമൂക്കിൽ വെച്ച് നടന്ന യുദ്ധം. സുബ്ഹാനല്ലാഹ്. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ റബ്ബേ, അല്ലാഹുമ്മ അസ്ഖിഹിം മിൻ ജന്നതിക, നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അവരെ കുടിപ്പിക്കണേ. ഫഇന്നഹും ഖദ് ഖറജൂ ഫീ സബീലിക റബ്ബേ, നിന്റെ വഴിയിലാണ് അവർ വന്നത്. അല്ലാഹുമ്മ ജുമഅനാ ബിഹിം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി കാണിച്ചു തരണേ റബ്ബേ. ഈ വെള്ളം ഞാൻ കൊടുത്തിട്ട് കുടിക്കാൻ കൂട്ടാക്കിയില്ല. അല്ലാഹുമ്മ അസ്ഖിഹിം മിൻ ജന്നതിക, നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കണേ. ദുനിയാവിലെ വെള്ളം അവർ കുടിച്ചിട്ടില്ല റബ്ബേ, നാളെ പരലോകത്തെ സ്വർഗ്ഗത്തിന്റെ വെള്ളം നീ കുടിപ്പിക്കണേ എന്ന് ആ വെള്ളം പിടിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. വെള്ളം കുടിച്ചില്ലല്ലോ, വേണ്ടാന്ന് പറഞ്ഞില്ലേ? അതാണ് നമ്മുടെ ഈ ഉമ്മത്ത്. ബീബായി നബി തങ്ങളുടെ വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഹബീബിനെ കൊല്ലാൻ വന്ന വാപ്പയുടെ മോനാണിത് ഇക്രിമ റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ തലയിലേക്ക് കല്ല് വാരിയിടാൻ വന്ന ആള്, ഹബീബിനെ ദ്രോഹിച്ച ആള്. ഹബീബ് നിസ്കരിക്കുമ്പോൾ ആരാണ് ഒട്ടകത്തിന്റെ അറിവ് നൽകപ്പെട്ട അറുത്ത ഒരു ഒട്ടകത്തിന്റെ നാറുന്ന ബ്ലാഡറും അതിന്റെ കുടലുകളും ആരാണ് കൈകൊണ്ട് വാരിയിട്ട് സുജൂദിൽ കിടക്കുന്ന ഹബീബിന്റെ തോളിലേക്ക് ഇടുക എന്ന് നബി തങ്ങൾ അപമാനിക്കാനും ഹബീബിന്റെ നിസ്കാരത്തോട് വെറുപ്പുണ്ടായിട്ട് അബൂജഹലാണത് ചെയ്യിപ്പിച്ചത്. അഷ്ഖൽ ഖൗം അത് ചെയ്തു. ഈ ഉമ്മത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ, ഉമ്മത്തു ദഅവയിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ ചെയ്തു അത് ആ ഹബീബായ നബി തങ്ങളുടെ പുണ്യമേനിയിലേക്ക് ചീഞ്ഞു നാറുന്ന സർവ്വതും വാരിയെറിഞ്ഞിരുന്ന ഹബീബിനെ കൊല്ലാൻ വേണ്ടി 11 തവണ മർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടാക്കിയ ആള്, മുത്തുനബിയെ കൊല്ലാൻ 11 വധശ്രമം ചെയ്ത ആള്, ആ ആളിന്റെ മോനാണ് ഈ ഉമ്മത്തിന്റെ നന്മയുടെ സുഗന്ധമായി സുഹൃതമായി മാറിയ ഇക്രിമ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ദീനിലേക്ക് വന്നതെന്നറിയുമോ? ഹബീബിന്റെ സരളമായ സ്വഭാവ ഗുണം കണ്ടപ്പോഴാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഹബീബിന്റെ രീതിയും സ്വഭാവ രീതിയും ഹബീബിന്റെ സംസാര രീതിയും അങ്ങനെയായിരുന്നു നബിയെ. അങ്ങയുടെ സ്വഭാവം വല്ലാത്തതാണല്ലോ. അവര് മുഴുവനും ആകർഷിച്ചത് ആ ഒരു രീതിയാണ്, ഉപദേശത്തിന്റെ രീതി അതാണ്. സാരോപദേശം നടത്തുമ്പോ അങ്ങനെയാ ചെയ്യേണ്ടത്.
കഅബാലയത്തിന്റെ വാതിൽപടിയിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചുവല്ലോ, മാ തറൗന അന്നി ഫാഇലും ബികും. മക്ക വിജയം നടക്കുമ്പോൾ, മക്കം ഫത്ഹ് നടക്കുമ്പോൾ, ഹിജ്റയുടെ 8-ാം വർഷം അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിച്ച മുഴുവൻ ആളുകളും മുമ്പിലുണ്ടായിരിക്കെ കഅബാലയത്തിന്റെ വാതിൽപടിയിൽ നിന്നുകൊണ്ടാണ് നബി ചോദിച്ചത്. മുഴുവൻ ആളുകളും, എല്ലാ ക്രിമിനലുകളും ഹബീബിന്റെ മുന്നിലുണ്ട്. പഞ്ചപുച്ഛമടക്കിയവർ കീഴടങ്ങിയിരിക്കുന്നു, ആയുധം വെച്ച് കീഴടങ്ങി. നബി തങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടല്ല മക്ക കീഴടക്കുന്നത്. തക്ബീറിന്റെ തക്ബീറിന്റെ മുഴക്കം, ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം വന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു, അസത്യം ഒരിക്കലും വിജയിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം ഉച്ചരിച്ചു വന്ന സ്വഹാബിമാർ ഒരു യുദ്ധമില്ലാതെ മക്ക നഗരം മുഴുവൻ ഹബീബിന്റെ വരുതിയിലേക്ക് വന്ന് നബി തങ്ങളെ ആട്ടിയോടിക്കാൻ ഹബീബിനെ തുരത്താനും അനുയായികളെ നാട് കടത്താനും അനുയായികളെ ദ്രോഹിക്കാനും മുന്നിട്ടിറങ്ങിയ മുഴുവൻ ആളുകളും ഹബീബിന്റെ മുമ്പിൽ അവിടെയുണ്ട്. മക്കയിൽ കൊല്ലപ്പെട്ട സ്വനാദീദ് ഖുറൈശ് ഒഴികെ ബാക്കിയൊക്കെ അവിടെ മുമ്പിലുണ്ട്. തങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ പറയില്ലേ, ഞങ്ങൾക്ക് ഭരണം കിട്ടിയവിടെ കാണിച്ചു തരാം, അങ്ങനെ പറയാം. പഞ്ചായത്ത് വാർഡ് മുതൽ പറയും ഡയലോഗ് ഇല്ലേ, അടുത്ത തവണ കാണിച്ചു തരാം. പള്ളി കമ്മിറ്റിയും പറയും, മദ്രസ കമ്മിറ്റിയും പറയും. ചിലപ്പോ ചില നാടുകളിലൊക്കെ ഞങ്ങൾക്ക് ഭരണം കിട്ടട്ടെ, അപ്പൊ കാണിച്ചു തരാം. തങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോ തങ്ങൾ എന്താ ചെയ്തത്? അതാണ് ബുദ്ധി, അതാണ് വിജയം. അധികാരവും കരുത്തും ശക്തിയും കയ്യിലുണ്ടായിരിക്കെ തങ്ങളോട് അനീതി ചെയ്തവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയാൻ, അതല്ലേ ആണത്വം. തങ്ങൾ ചോദിച്ചു, നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അറബികളുടെ പഴയ കഥ അനുസരിച്ച് അധികാരം കിട്ടിയവൻ കരുത്തുള്ളവൻ കരുത്തില്ലാത്തവനെ വെറുതെ വിടില്ല, വകവരുത്തു. അവർ ഹബീബിനെ മനസ്സിലാക്കി. അവർ പറഞ്ഞു, കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അഖുൻ കരീം വബിനു അഖിൻ കരീം. ഞങ്ങളുടെ മാന്യനായ സഹോദരനല്ലോ മുഹമ്മദേ നിങ്ങൾ, ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ മകനല്ലയോ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് നബി തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, ഇദ്ഹബൂ ഫഅൻതു. ശസ്തമായ അബൂ സുഫിയാൻ എന്ന് പറയില്ലേ, അവരുടെ മുഴുവൻ പേര് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നാണ്. ഈ തങ്ങൾ മാപ്പ് തന്നാലും എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അവർ ഉറപ്പിച്ചു തങ്ങൾ മാപ്പ് തരില്ലെന്ന് വിചാരിച്ച് ഓടുകയാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹാരിത്ത് മക്കളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടുന്നത് കണ്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇലാ ഐന തസീറു യാ അബൂ സുഫിയാൻ? അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്തെ, എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? എങ്ങോട്ടാ ഈ ഓട്ടം? ഞാൻ മരുഭൂമിയിലേക്ക് പോവാണ്. അഖ്റുജു ഇല സുഹറ ഫഅമൂതു അന, ഞാനും വഅത്ഫാലി, എൻ്റെ മക്കളും, ജൂഅൻ വഉരിയൻ വഅത്ഷ, ഞങ്ങള് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രമില്ലാതെ പുതപ്പില്ലാതെ ഞങ്ങൾ ആ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ പോവാണ്. എന്തിന് ജീവിക്കണം? മക്ക മുഹമ്മദ് നബിയുടെ കയ്യിൽ വന്നില്ലേ, ഇനി എന്തിന് ജീവിക്കണം? ഇവിടെ നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? പോവാൻ, ഞങ്ങൾ വെയിൽ കൊണ്ട് മരിക്കട്ടെ, ഞാനും എൻ്റെ മക്കളും മരുഭൂമിയിലേക്ക് പോവാൻ. തങ്ങൾ ചോദിച്ചു, വലിമാത, എന്തിനാ നിങ്ങൾ ഈ പോകുന്നത്? പറഞ്ഞു, ഇന്നദറകനി മുഹമ്മദുൻ ഖതഅനി ബിസൈഫി ഇറബൻ ഇറബാ. എന്നെ മുഹമ്മദ് നബി തങ്ങളെങ്ങാനും കണ്ടാൽ എന്നെ വാളുകൊണ്ട് വെട്ടി പീസ് പീസാക്കില്ലേ? കാരണം അത്രക്കുമേൽ മുഹമ്മദ് നബിയോട് ഉപദ്രവം ചെയ്ത ആളല്ലേ ഞാൻ എന്ന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്ത് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബായ തങ്ങളുടെ ഇബ്നു അമ്മായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ് ഇലൈഹി. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്തെ, ആ റസൂലിനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ എന്തിനാ ചെറിയ മക്കളെടുത്ത് പോകുന്നത്? നിന്റെ ഭാര്യ മക്കളെ കുടുംബത്തെ ഉമ്മയെ കൊണ്ടുപോയി എന്തിന് മരുഭൂമിയിലെ ഈ ചൂടിൽ പോയി നീ വെള്ളവും ഭക്ഷണവും കിട്ടാതെ എന്തിന് ആത്മഹത്യ ചെയ്യണം? എന്തിന് കടും കൈ ചെയ്യണം? മുഹമ്മദ് നബി തങ്ങളെ നീ ഒന്ന് ചെന്ന് കാണണം. വസല്ലിം അലൈഹി ബിന്നുബുവ, പ്രവാചകരുടെ പ്രവാചകത്വം നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതറിഞ്ഞിട്ട് നിന്റെ അധികാരവും നിന്റെ അഭിമാന ബോധവും, നീയൊക്കെ നാട്ടിലെ ശിർക്കിന്റെ കോമരങ്ങളായി തുള്ളിയ ആളുകളാണ്, ബഹുദൈവ ആരാധനയെ പ്രൊമോട്ട് ചെയ്ത ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും ഏകദൈവമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ വിശ്വാസം നിനക്ക് പിടിക്കാതെ വന്നു. ആ ഒരൊറ്റ തെറ്റല്ലാതെ മുഹമ്മദ് നബി നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നബി തങ്ങൾ നിങ്ങളുടെ വീട് ആക്രമിച്ചോ? പ്രവാചകന്റെ അനുയായികൾ നിങ്ങളെ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ആകെ നിങ്ങളോട് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനാണ്, ഈ കണ്ണ് പടച്ചു തന്നവനാണവൻ, ഈ കൊച്ചു കണ്ണുകൊണ്ട് അല്ലാഹുവിനെ കാണണമെന്ന് ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പമറിയുന്ന ഒരു മനുഷ്യന് തന്റെ
കണ്ണിന്റെ ഈ കൊച്ചു രണ്ട് സാധനത്തിന്റെ മുമ്പിൽ എനിക്ക് എന്റെ പടച്ചവനെ കാണണമെന്ന് പറഞ്ഞാൽ ഈ മഹാലോകം സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ എത്ര ചെറുതായി കാണിക്കലാണത്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ, എന്നാൽ കണ്ണുകൾ പടച്ചവൻ അവനാണ് അല്ലാഹു. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കാണാത്തത് വിശ്വസിക്കൂല എന്ന് പറയുന്നവരറിയണം, അള്ളാഹുവിനെ എന്റെ കണ്ണുകൊണ്ട് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൊച്ചാക്കലല്ലേ? എന്താ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം? എത്രയാ ഭൂമിന്റെ വലുപ്പം? ഇതിനേക്കാൾ എത്ര ആയിരം മടങ്ങ് വലുപ്പമുള്ളതാണ് സൂര്യൻ. അങ്ങനത്തെ ബില്യൺ കണക്കിന് നക്ഷത്ര ഗോളങ്ങളാണ് ഒരു ഗാലക്സി എന്ന മിൽക്കി വേയിൽ. അങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള അനന്തമായ വിശാലമാകുന്ന ഈ പ്രപഞ്ചം, ഇതൊക്കെ പടച്ച തമ്പുരാൻ നമ്മുടെ ഈ ശരീരത്തിന്റെ ഒരു ചെറിയ രണ്ട് ഐബോൾ, ഈ ചെറിയ രണ്ട് കണ്ണ്, ഇതിന്റെ മുമ്പിൽ അന്നങ്ങോട്ട് പ്രത്യക്ഷപ്പെടണം. ധിക്കാരല്ലേ ആ ചോദിക്കുന്നത്? മിനിമം അള്ളാഹുവിനെ ചെറുതാക്കലല്ലേ ആ ചോദ്യം? എന്റെ കണ്ണിൽ കാണണം, എന്റെ കണ്ണ് എത്ര വലുപ്പുണ്ട്? എന്റെ കണ്ണിന്റെ വലുപ്പം എന്ന് പറഞ്ഞതാ ഷുഗർ പിടിച്ചാൽ പോണ കാഴ്ചയാണ് അല്ലേ? ആ കണ്ണിന് മുമ്പിൽ അള്ളാഹിനെ കാണണം, എന്നാലേ വിശ്വസിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കണ്ട. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഇത്രയായിരം തെളിവുകൾ നിന്റെ മുമ്പിൽ തന്നിട്ട് ഇനി അള്ളാഹിനെ കാണുന്നല്ലേ? പാപ്പാന്റെ ചെക്കും കിട്ടി, പാപ്പാന്റെ കത്തും കിട്ടി, പാപ്പാന്റെ അടുത്തുള്ള വിവരം കിട്ടി, എല്ലാം കിട്ടി. പാപ്പാനെ കാണട്ടെ എന്ന് ചോദിക്കണം. എല്ലാം അള്ളാഹു ഖുർആനും തന്നു, നബിയും തന്നു. ഈ ലോകവും മഴ, എന്താ ഈ മഴ പെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എത്ര മഴ കണ്ടു. ഈ ഒരു വാതിന്റെ അടിയിൽ എത്ര മഴ പെയ്തു, എത്ര വെള്ളമാണ്. നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് എത്ര വെള്ളം കൊള്ളുള്ളൂ? ആ വെള്ളം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കൈ പിടിച്ചു നോക്കി, എത്ര അതിന്റെ ഭാരം? ഒരു ബക്കറ്റ് വെള്ളം. മുമ്പൊക്കെ നമ്മൾ അങ്ങനെയല്ലേ, കിണറ്റിൽ മുക്കിയിട്ടല്ലേ ബാത്റൂമിൽ കൊണ്ടുപോവുക. ഒരു ബക്കറ്റ് വെള്ളം. ഈ വെള്ളം നമ്മുടെ ഒരു ടാങ്കിന് താങ്ങാൻ കഴിയോ? ഈ മഴ പെയ്യുന്ന വെള്ളം അള്ളാഹു ആകാശത്ത് ക്ലൗഡിൽ ഈ വെള്ളം സൂക്ഷിച്ചു വെച്ച്, ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങണില്ല ഈ മേഘത്തിനുള്ളിൽ കൂടെ, ഒരു കുഴപ്പമില്ലല്ലോ, ഐസ് കട്ടയൊന്നും അല്ലല്ലോ. ആ പുക പോലത്തെ മേഘപടലങ്ങളെ ഒരു പ്രത്യേക സാഹചര്യം എന്നാ പറയാ, അങ്ങനെ പറയാൻ കഴിയും, അള്ളാഹ് ഉണ്ടാക്കുന്നതാണ്. യുനസ്സിലുൽ ഗൈഥ, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അള്ളാഹു മഴ പെയ്യിപ്പിച്ചില്ലേ? കോടിക്കണക്കിന് ഗാലൻ വെള്ളം ഒരു സ്റ്റോറേജും ഒരു ടാങ്കും ഇല്ലാതെ ഈ ആകാശത്ത് അള്ളാഹു സൂക്ഷിച്ചു വെച്ചില്ലേ? എത്രയാണ് പ്രപഞ്ചത്തിന്റെ അത്ഭുതം! ഇതൊക്കെ ഉണ്ടായിട്ട് ഇനി അള്ളാഹിനെ മനസ്സിലായിട്ടില്ല എന്നാ യുക്തിവാദികൾ പറയാം. തആല അല്ലാഹു അമ്മാ യഖൂലൂന ഉലുവൻ കബീറാ. കണ്ണുകളെ പടച്ചവനാണവൻ, പക്ഷെ കണ്ണുകളെ കൊണ്ട് അവനെ കാണണം എന്ന് പറയുന്നത് ധിക്കാരമാണ്. അള്ളാഹുവിന്റെ വലുപ്പം മനസ്സിലാക്കാത്തവരത് പറയാതെ നമ്മുടെ ബക്കറ്റുമായിട്ട് പോയിക്കോട്ടെ. എല്ലാ നമ്മുടെ തേൻ വാങ്ങിയവരോ വാങ്ങിയാക്കാത്തവരോ ഒക്കെ ഉണ്ടാവാം. ഒരു ബക്കറ്റ് കൂടെ ഉണ്ടോ? വേഗം കൊടുക്കി. നാളെ വേദണ്ടോ? നാളെ അല്ലല്ലോ, അപ്പൊ പിന്നെ വേഗം ആയിക്കോട്ടെ. ഇനിയിപ്പോ തേങ്കുപ്പിയൊക്കെ ബാക്കിയപ്പോ എല്ലാവരും വരി കൊണ്ടുപോയി കുടിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും കിട്ടില്ലേ ഹൈറ്. അവന്റെ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യാ, നന്നായിട്ട് സഹായിക്കുക. ഇൻഷാ അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറയാ, അബൂ സുഫിയാൻ ഇബ്നു ഹാരിസേ ആത്മഹത്യ ചെയ്യാൻ പോവല്ലേ? നിനക്ക് നബിയെ മനസ്സിലായിട്ടില്ലേ? നിനക്ക് റസൂലിനെ മനസ്സിലായില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ യുക്തിവാദികളൊക്കെ നമ്മുടെ ഈ ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാമിന്റെ ശത്രുക്കളും അടിസ്ഥാനരഹിതമായ പല കഥകളും ഉണ്ടാക്കി, ചില ഹദീസുകളുടെ പശ്ചാത്തലവും ആശയവും മനസ്സിലാക്കാതെ ദുർവ്യാഖ്യാനം ചെയ്ത് മുത്തുനബി തങ്ങളെ താറടിക്കുന്നത് കാണും ഭയങ്കര വേദന തോന്നും. റബ്ബേ, ഈ മുത്തായ നബി ഇവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ. അവർ പറയുന്ന ആശയങ്ങൾ ശരിയാന്ന് അവർ വിചാരിക്കുന്നത്, എന്നിട്ട് അങ്ങോട്ട് പറയുന്നേ. ഫേസ്ബുക്കിൽ യുക്തിവാദികൾ കടന്ന് നിരങ്ങാണ്. അള്ളാഹു അവർക്ക് ബുദ്ധി കൊടുക്കട്ടെ. അറിയാത്തത് കൊണ്ടായിരിക്കും. ഈ നബിയെ അവരറിയും. മനസ്സിലെവിടെയോ ഇതൊക്കെ ചെയ്ത ഒരു മഹാവിപ്ലവകാരി നബി തങ്ങൾ ചെയ്തതിൽ കൊട്ടാരണ്ടാക്കാനാണോ? തങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചോ? ഇതൊക്കെ ചെയ്തിട്ട് ഒരാൾ ഇത്രയും ത്യാഗം സഹിച്ചാൽ ഒന്നുകിൽ ഭൗതിക നേട്ടം വേണം. നബി എന്തെങ്കിലും ഭൗതിക നേട്ടം ചെയ്തോ? ഇല്ലല്ലോ. ഞാൻ ചെയ്യുന്ന പ്രബോധനത്തിന് അള്ളാഹു നൽകുന്ന കൂലി മതി, വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസേ, നീ ആ പ്രവാചകന്റെ അരികത്തേക്ക് ചെല്ല്. ആ പിതങ്ങളുടെ പ്രവാചകത്വം നീ അംഗീകരിക്ക്. വഖുൽ ലഹു കമാ ഖാല ഇഖ്വതു യൂസുഫ ലയൂസുഫ. യൂസുഫ് നബിയോട്, യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സ്വന്തം ജ്യേഷ്ഠന്മാർ യൂസുഫ് നബിയോട് പറഞ്ഞ വാക്ക് ഖുർആൻ പറയുന്നുണ്ട്.
യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിലെ ചരിത്രം നമുക്കറിയാലോ. ആ നബി ആരായി? വലിയ ആളായിട്ട് മാറി. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണല്ലോ പഴയ കാലത്തെ തറവാട്ടിലൊക്കെ പ്ലേറ്റ് കഴുകാൻ നിന്ന ആൾക്കാരാണ് ഇന്നത്തെ വലിയ മുതലാളിമാര്. അന്നത്തെ വലിയ ജന്മിമാരിപ്പോ ഒന്നുമില്ല. ഇവരെ വീട്ടിൽ ജോലി ചെയ്യാൻ പോയിരിക്കും ചിലപ്പോ. ഇങ്ങനെയൊക്കെ നടക്കണില്ലേ? സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലെറിഞ്ഞു. ആ മഹാൻ രാജാവായിട്ട് മാറുകയാണ്. യൂസുഫ് നബിയാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവര് പറഞ്ഞു, തല്ലാഹി ലഖദ് ആഥറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. യൂസുഫ് നബിയേ, അല്ലാഹു നിങ്ങൾക്ക് ഞങ്ങളെക്കാളും ഒരുപാട് നന്മ നൽകിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. യൂസുഫേ, ഞങ്ങളോട് പൊറുക്കണേ എന്ന് കൊച്ചനുജനോട് ജ്യേഷ്ഠന്മാർ പറഞ്ഞ പോലെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ല അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥ നബിയോട് പറയും, നബിയേ, അല്ലാഹു നിങ്ങളെ ഒരുപാട് ഉയർത്തി, ഞങ്ങൾ ഒരുപാട് നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നബിയെ, ഞങ്ങൾ പാപം ചെയ്തു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് ഹബീബിനോടൊന്ന് പറയ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥ, ഈ പിഞ്ചു മക്കളെയും കൊണ്ട് മരുഭൂമിയിൽ ചെന്ന് നീ ആത്മഹത്യ ചെയ്തിട്ട് അതൊരു പരിഹാരമല്ല. റസൂലുള്ളാഹിനെ ചെന്ന് കാണു. നീ ഒന്ന് കണ്ടോ ഹബീബിനെ, നീ കണ്ടോ? ചെന്ന് നോക്ക് അബൂ സുഫിയാൻ എന്ന് സ്വന്തം എളാപ്പാന്റെ മകൻ പറഞ്ഞപ്പോ, അലി തങ്ങൾ പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥ കേട്ടു. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഹബീബിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നാവ് കൊണ്ട് പറയാൻ വഴങ്ങാതിരുന്ന ആ വാക്ക് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥിന്റെ നാവിലൂടെ വന്നു, അല്ലാഹുവിന്റെ തിരുദൂതരേ, ലോകരക്ഷിതാവ് എന്താണോ മനുഷ്യരോട് സംവദിക്കുന്നത് അത് മനുഷ്യരോട് ഡയറക്റ്റ് അല്ലാഹു സംസാരിക്കില്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഒരു പ്രവാചകനിലൂടെയല്ലാതെ. ആ പ്രവാചകനാണ് മനുഷ്യരോട് സൃഷ്ടാവായ മനുഷ്യനെ പടച്ചവൻ മനുഷ്യരോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നുവോ ആ നിർദ്ദേശങ്ങളെ മനുഷ്യരിൽ കൊടുക്കാൻ വന്ന അന്ത്യ റസൂലാണ് നബിയേ നിങ്ങൾ. സലാമു അലൈക യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് യൂസുഫിലെ 91-ാമത്തെ ആയത്ത് അങ്ങോട്ട് ഓതി കൊടുത്തു. തല്ലാഹി ലഖദ് ആഥറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. നബിയെ, ഞങ്ങളെക്കാളും ഒരുപാട് അല്ലാഹു നിങ്ങളെ ഉയർത്തിയിരുന്നു. നബിയെ, അല്ലാഹു നിങ്ങൾക്ക് സ്ഥാനം തന്നു. ഇൻ കുന്നാ ലഖാതിഈൻ, ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട് നബിയെ എന്ന് ഹബീബിനോട് പറഞ്ഞു മാപ്പ് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുയർത്തി നോക്കുമ്പോൾ ഹബീബായ തങ്ങൾക്കെതിരെ ഏറ്റവും ദുഷിച്ച, ഏറ്റവും മോശപ്പെട്ട തെറികൾ പറഞ്ഞിരുന്ന ആളായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ്, ഇതേ പേരുള്ള ആളായതുകൊണ്ട് പറയാൻ, അദ്ദേഹം നബി തങ്ങളെ മനസ്സിലാക്കിയ ആളാണ്. പലപ്പോഴും നബിയെ കൊല്ലണം എന്ന അബൂജഹൽ വരെ പറയുമ്പോ അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട്, കൊല്ലണോ? മുഹമ്മദ് നബിയുടെ വാക്കുകൾ, അവരുടെ ചിന്തകൾ, അതൊക്കെ നഷ്ടമാവില്ലേ ആ മഹാനെ കൊന്നാൽ? അവരെ മഹാൻ ഒന്നും പറയില്ല, നബിയെ കൊന്നാൽ. കൊല്ലാണ്ട് വല്ല വകുപ്പുണ്ടോ എന്ന് എപ്പോഴും പറയുമായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ്. ഇത് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥ നബിയോട് മാപ്പ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുഖത്ത് പുഞ്ചിരി വിടർന്നു. വഖത്തറത് ലഹിയതുഹു ബിദ്ദുമൂ, ഹബീബിന്റെ താടി രോമത്തിലൂടെ കണ്ണുനീരുകൾ വരാൻ തുടങ്ങി. ഹബീബായ നബി സന്തോഷിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ആഖിറം രക്ഷപ്പെട്ടുവല്ലോ, പരലോകം രക്ഷപ്പെട്ടല്ലോ, സഹാബിയായി മാറല്ലേ. إذا اشتبكت دموع في خدودي، إذا اشتبكت دموع في خدودي تبين ممن بكى ممن تباكى. കണ്ണുനീര് കാണുമ്പോ മനസ്സിലാവും ആരാണ് ഉണ്ടാക്കി കരയുന്നത്, ആരാണ് ശരിക്കും കരയുന്നത്. ഇദസ്തബകത് ദുമൂഉൻ ഫീ ഖുദൂദി തബയ്യന മൻ ബകാ മിമ്മൻ തബാകാ. ഹബീബിന്റെ കണ്ണെന്ന് കണ്ണുനീര് വന്നു. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥും കരയാൻ തുടങ്ങി. കഴിഞ്ഞ കാലത്തെ തിന്മകൾ ഓർത്തുകൊണ്ട് വേണ്ടില്ലായിരുന്നു ഈ മനോഹരമായ മുഖമുള്ള, ഈ മനോഹരമായ സ്വഭാവം പൂനിലാവ് പോലെ
മുഖത്ത് പ്രകാശമുള്ള ഹബീബുനാ റസൂലുള്ളാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ മരുഭൂമിയിൽ നിന്നൊരു നേരം എനിക്ക് ഓർമ്മയുണ്ട്, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. മരുഭൂമി നമുക്ക് നമ്മുടെ നാട് പോലെയല്ലല്ലോ, കുന്നുമലയൊന്നുമില്ല, തുറന്ന് കാണാം ആകാശം. ഇവിടെ ആകാശം കാണില്ല, മരത്തിന്റെ ഉള്ളിലൂടെ തുറന്ന് കാണല്ലേ. ഞാൻ ആ മരുഭൂമിയിൽ നിന്ന് നേരം ഓർമ്മയുണ്ട്, രാത്രിയിൽ പൂർണ്ണ ചന്ദ്രൻ, 14-ാം രാവിലെ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. ആ വെളിച്ചത്തിലാണ് ഞാനും റസൂലും മരുഭൂമിയിൽ നിൽക്കുന്നത്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലവജ്ഹു റസൂലില്ലാഹി അജ്മലു മിനൽ ഖമരി. റസൂലുള്ളാഹിന്റെ മുഖം ആ ചന്ദ്രനേക്കാളും ശോഭയും ഭംഗിയുമുള്ളതായിരുന്നുവെന്ന് ഹബീബിന്റെ ഖാദിമായ സ്വഹാബികളിൽ 100 കൊല്ലത്തോളം ജീവിച്ച സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ ഖാദിമായ സ്വഹാബി പറയാ, ആ ചന്ദ്രന്റെ മുഖത്ത് ഞാൻ ചന്ദ്രനെ നോക്കും, ഹബീബിന്റെ മുഖത്ത് അല്ലാഹ് ചന്ദ്രനേക്കാളും ശോഭ ഹബീബിന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അബൂ സുഫിയാൻ ബിൻ ഹാരിത്ത് പറയാ, എന്തിനെ ഞാൻ ഈ ഹബീബിനെ ചീത്ത വിളിച്ചത്? എന്തിനെ ഞാൻ കുറച്ച് നേരത്തെ വന്നൂടായിരുന്നോ എനിക്ക്? എന്തേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? റസൂലുള്ളാഹി ഞങ്ങൾ മറുപടി കൊടുത്തു. ഇതേ സൂറത്തിലെ ഈ ആയത്തിന്റെ ബാക്കി നിബിധങ്ങൾ അബൂ സുഫിയാൻ ബിൻ ഹാരിത്തിനോട് ഓതി കൊടുത്തു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. അബൂ സുഫിയാൻ ബിൻ ഹാരിത്തേ, നിന്നോട് നാം പ്രതികാരം ചോദിക്കുകയില്ല, പ്രതികാരമില്ല. എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചീത്ത പറയില്ല. നമ്മൾ ഒരുപാട് ആളുകളെ നീ കൊന്നിട്ടുണ്ട്, എന്നെ കൊല്ലൂല. ഖലാസ്, നീ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയില്ലേ, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ, വഹുവ അർഹമുർ റഹീമീൻ, ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ അല്ലാഹു, അല്ലാഹു അല്ല ഏറ്റവും വലിയ കാരുണ്യവാൻ. ഈ രീതിയിലാണ് ഹബീബ് തിന്മകളെ സമീപിച്ചത്.